ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താൻ പോലീസിന്റെ സംസ്ഥാന വ്യാപക പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 285 പേരെ അറസ്റ്റ് ചെയ്തു. 1820 പേരെയാണ് ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങൾ തലസ്ഥാനത്ത് അടക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന അതിക്രമങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് ഒരു വ്യാപക പരിശോധന, ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപകമായി ഈ പരിശോധന നടത്തിയത്. 1820 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 281 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 285 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം നിരവധി അതിക്രമങ്ങൾ നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കിയും മയക്കുമരുന്ന് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുടെ അവരുമായി ബന്ധമുള്ള വ്യക്തികളെയും 1 മാസത്തോളം നിരീക്ഷിച്ചിരുന്നു പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഈ നടപടികളിലേക്ക് പോലീസ് കടന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട്. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു.